നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കളമശ്ശേരിയിലെ കനത്ത മഴയ്ക്ക് പിന്നിൽ മേഘവിസ്ഫോടനമെന്ന് കുസാറ്റ് അധികൃതർ. 1.5 മണിക്കൂറിൽ 100 mm മഴ ലഭിച്ചുവെന്ന് കുസാറ്റിലെ അസോസിയേറ്റ് പ്രൊഫസർ എസ് അഭിലാഷ് അറിയിച്ചു. കുസാറ്റിന്റെ മഴ മാപിനിയിലാണ് ഇത് രേഖപ്പെടുത്തിയത്. കാക്കനാട് ഇൻഫോ പാർക്കിൽ വെള്ളക്കെട്ട് രൂക്ഷമാണ്. നഗരത്തിൽ പലയിടത്തും ഗതാഗതക്കുരുക്ക് അനുഭവപ്പെടുന്നുണ്ട്. വാഹനങ്ങൾ കുടുങ്ങിക്കിടക്കുകയാണ്. കൊച്ചി നഗരസഭാ മേഖലയിലും തൃക്കാക്കര, കളമശ്ശേരി, തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റികളിലുമാണ് ഏറെ വെള്ളക്കെട്ട് ബാധിച്ചിട്ടുള്ളത്. എറണാകുളം ബൈപ്പാസിൽ അടക്കം ഗതാഗതക്കുരുക്ക് രൂക്ഷമാണ്. കൊച്ചി ഇൻഫോ പാർക്കിൽ വെള്ളക്കെട്ടിനെ തുടർന്ന് IT സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് സമയത്ത് എത്താനായില്ല. നഗരത്തോട് ചേർന്ന താഴ്ന്ന മേഖലകളിലെ വീടുകളിലും വെള്ളം കയറി. ഫോർട്ട് കൊച്ചിയിൽ KSRTC ബസ്സിന് മുകളിലേക്ക് മരം വീണെങ്കിലും ആർക്കും പരിക്കില്ല. കളമശ്ശേരിയിൽ വെള്ളം ഉയർന്നതോടെ ഒറ്റപ്പെട്ടു പോയവരെ ഫയർഫോഴ്സ് എത്തി രക്ഷപ്പെടുത്തി. കുറഞ്ഞ സമയത്തിനകം ഒരു പ്രദേശത്തിനുണ്ടാകുന്ന അതിശക്തമായ പേമാരിയാണ് മേഘവിസ്ഫോടനം. മേഘവിസ്ഫോടനം ഉണ്ടാകുന്ന സ്ഥലത്ത് നിമിഷങ്ങൾ കൊണ്ട് വെള്ളപ്പൊക്കവും ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും ഉണ്ടാകും. ഇടിയും മിന്നലും ഉണ്ടാകും. മേഖല പ്രളയത്തിലാകും. മണിക്കൂറിൽ 100 mm കൂടുതൽ മഴ ലഭിച്ചാൽ അതിന് മേഘവിസ്ഫോടനമെന്നാണ് പറയുന്നത്. മേഘങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിപ്പമേറിയ കുമുലോ നിംബസ് മഴമേഘങ്ങളാണ് മേഘവിസ്ഫോടനം ഉണ്ടാകുന്നത്. അത്തരം മേഘങ്ങൾക്ക് ചില പ്രത്യേകതകൾ ഉണ്ടായിരിക്കും. ഈർപ്പം നിറഞ്ഞ വായുപ്രവാഹം ഭൗമോപരിതലത്തിൽ നിന്ന് അന്തരീക്ഷത്തിന്റെ മുകൾ തട്ടിലേക്ക് ഉയരുകയും ഘനീഭവിക്കുകയും ചെയ്യുമ്പോഴാണ് മേഘങ്ങൾ രൂപപ്പെടുന്നത്. എന്നാൽ കുമുലോ നിംബസ് മേഘങ്ങൾ അന്തരീക്ഷത്തിന്റെ താഴെത്തട്ട് രൂപപ്പെട്ട് 15 കിലോമീറ്റർ ഉയരത്തിൽ വരെ എത്താം. തുലാമഴയുടെ സമയത്തും കാലവർഷത്തിലും വലിയ കാറ്റോടുകൂടി മഴയുണ്ടാകുമ്പോഴും ഇത്തരം മേഘങ്ങൾ ഉണ്ടാകും. ഇത്തരത്തിൽ ഉണ്ടാകുന്ന കൂറ്റൻ കുമുലോ നിംബസ് മേഘങ്ങളാണ് മേഘവിസ്ഫോടനം ഉണ്ടാക്കുന്നത്. ഇത്തരം മേഘങ്ങൾക്കുള്ളിൽ ശക്തിയേറിയ വായുപ്രവാഹം വലിയ ചംക്രമണ രീതിയിൽ രൂപപ്പെടുന്നു. ഇത് മേഘത്തിന്റെ നടുഭാഗത്തൂടെ മുകളിലേക്ക് ഉയരുന്നു. ഈ മേഘങ്ങളുടെ താഴെത്തട്ടിൽ ജലകണങ്ങളും മുകളറ്റത്ത് ഐസ് ക്രിസ്റ്റലുകളും ഉണ്ടാകും. അന്തരീക്ഷത്തിന്റെ മുകൾ തട്ടിലേക്ക് വേഗത്തിലെത്തുന്ന കുമുലോ നിംബസ് മേഘങ്ങൾ ഇവ രൂപപ്പെടുന്ന സ്ഥലത്തെ പ്രത്യേകതകൾ കാരണം പതിവിലും ഉയർന്ന അളവിൽ അന്തരീക്ഷ ഈർപ്പം വഹിച്ചേക്കാം. ഭൗമാന്തരീക്ഷത്തിന്റെ 10 കിലോമീറ്ററിലും മുകളിലത്തെ താപനില 40 മുതൽ 60 വരെ ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇത് കാരണം ഈർപ്പം മഞ്ഞുകണങ്ങളായി മാറുന്നു. കാലവർഷക്കാലത്ത് സമുദ്രോപരിതലം തണുപ്പിക്കുന്ന ലാനിന പ്രതിഭാസത്തിനൊപ്പം മൺസൂണിന്റെ രണ്ടാം പകുതിയിൽ പോസിറ്റീവ് ഇന്ത്യൻ ഓഷ്യൻ ഡൈപോൾ കൂടി വരാമെന്ന പ്രവചനവും നിലനിൽക്കുകയാണ്. 2019 IOD സംഭവിച്ചിരുന്നു. പടിഞ്ഞാറൻ അറബിക്കടലിൽ കിഴക്കൻ ഇന്ത്യൻ മഹാസമുദ്രത്തേക്കാൾ കുറച്ച് ചൂട് കൂടുന്ന അവസ്ഥയാണിത്. എൽനിനോ പ്രതിഭാസത്തിന്റെ ഒരു ചെറിയ പതിപ്പ് എന്ന് പറയാം. ഇതുമൂലം പെനിൻസുലാർ പടിഞ്ഞാറൻ തീരങ്ങളിലൊക്കെ മഴയ്ക്ക് കാരണമാകാം. വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ ശക്തിയേറിയ മഴ പെയ്യുകയാണ് ഇതുമൂലം സംഭവിക്കുക. 2018 2019 ഇങ്ങനെ കൂടുതലായും പെയ്തത്. അന്നാണ് കവളപ്പാറയിലും പുതുമലയിലുമൊക്കെ ലഘുമേഘ വിസ്ഫോടനമുണ്ടായത്. പക്ഷെ അന്ന് ലാനിന ഉണ്ടായിരുന്നില്ല. അതിനിടെ കനത്ത മഴയിൽ തെക്കൻ കേരളത്തിൽ ദുരിതം വിതയ്ക്കുകയാണ്. കൊല്ലത്തും തിരുവനന്തപുരത്തും റോഡുകളിലെ വെള്ളക്കെട്ടുകൾ ഗതാഗതത്തിന് തടസ്സമായി. ആലപ്പുഴയിൽ തെങ്ങ് വീണ് യുവാവ് മരിച്ചു. കൊല്ലത്ത് അർദ്ധരാത്രി മുതൽ ഇടവിട്ട് ശക്തമായ മഴയുണ്ട്. കാവനാട്, പറക്കുളം ഭാഗങ്ങളിൽ വീടുകളിൽ വെള്ളം കയറി. ദേശീയപാതയിൽ ചാത്തന്നൂർ മുതൽ പാരിപ്പള്ളി വരെ വെള്ളക്കെട്ടിൽ ഗതാഗതം തടസ്സപ്പെട്ടു. കുണ്ടറ, ചീനങ്കാവിന് സമീപം രാത്രി മരം വീണ് വൈദ്യുതി ലൈനുകൾ തകർന്നു. സൂപ്പർ മാർക്കറ്റിന് മുന്നിൽ നിർത്തിയിട്ടിരുന്ന 2 വാഹനങ്ങളുടെ ചില്ലുകൾ മരത്തിന്റെ ചില്ലുകൾ വീണ് തകർന്നു. വാളകത്ത് MC റോഡിൽ വെള്ളക്കെട്ടുണ്ടായി. തിരുവനന്തപുരത്ത് നഗരമേഖലയിലും ഉൾപ്രദേശങ്ങളും മഴ കനത്തു. വർക്കല പാപനാശത്ത് കുന്നിടിഞ്ഞു. തിരുവനന്തപുരം നഗരത്തിൽ കോട്ടൺ ഹിൽ സ്കൂൾ ബസിന് മുകളിലേക്ക് മരം കടപുഴകി വീണു. നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമകത്തിൽ തകർന്ന് ആറ്റിൽ പതിച്ചു. കാട്ടാക്കട, കൈതക്കോണത്ത് തോടുകൾ കരകവിഞ്ഞ് ഒഴുകുകയാണ്. കാട്ടാക്കട നെടുമങ്ങാട് റോഡിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. ശക്തമായ മഴ കണക്കിലെടുത്ത് പൊന്മുടി ഇക്കോ ടൂറിസം കേന്ദ്രം വീണ്ടും അടച്ചു. കാലവർഷ പെയ്ത്ത് തുടങ്ങിയത് കണക്കിലെടുത്ത് അടിയന്തര നടപടികൾ സ്വീകരിക്കാൻ നിർദ്ദേശം നൽകിയതായി റവന്യൂ മന്ത്രി അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.